ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാല ദോശയാണ്. മിക്കവാറും പേർക്ക് കൂടുതലും ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ് മസാല ദോശ. അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും. അതിനുവേണ്ടി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. ആദ്യം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനൊരു പാൻ വെച്ച് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ മസാല തയ്യാറാക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് ചൂടാവുന്ന സമയത്തേക്ക് നമുക്കിനി ഇതേ അളവിൽ തന്നെ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊലിയില്ലാത്ത ഉഴുന്നാണ് ഇവിടെ താളിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 3 വറ്റൽമുളക് രണ്ടാക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് സവാളയാണ് ആവശ്യമുള്ളത്. ഞാനൊരു 4 സവാള ചെറിയ രീതിയിൽ ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതും, ഒരു 3-4 പച്ചമുളക്, എരിവില്ലാത്തതും എരിവുള്ളതും കൂടെ ചേർന്ന പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഇത് ഇത്രയും നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും ക്യാരറ്റിൻ്റെയൊക്കെ ഈ മിക്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം എടുത്തൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എല്ലാം നല്ലതുപോലെ ചെറിയ രീതിയിൽ വെന്ത് കിട്ടണം. നല്ല സോഫ്റ്റ് ആവണം ക്യാരറ്റും ഉള്ളിയൊക്കെ. അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ വേണ്ട, അതിനേക്കാൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീട് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു ഗരം മസാലയുടെ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും പൊടികൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ മസാലപ്പൊടികളും ഇതെല്ലാം കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കാനുള്ള. ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതുപോലെ ഒന്ന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നല്ല മഷി പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലേ ഉടച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മിക്സും കൂടെ ആയിട്ട് യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ ഈ മസാല ദോശയുടെ മസാല 2 തരത്തിൽ തയ്യാറാക്കും. ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ കൂടെ ഒഴിച്ച് ഒന്ന് ചെറിയ കറിയുടെ രൂപത്തിലാക്കി നമുക്ക് ഈ മസാല ദോശ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും തയ്യാറാക്കാം. ഇതുപോലെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആക്കി ഇങ്ങനെ 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള രീതിയിലതാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് പകുതി മസാല എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഇതുപോലെയും തയ്യാറാക്കിയെടുക്കാം, ഒന്ന് കുഴച്ച്. ഇത് ഞാൻ കുറച്ച് മസാലയിലാണ് അതുപോലെ വെള്ളം ഒഴിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത്. ഞാൻ കൂടുതലും ഈ ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇത് മസാല എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ചുടാം.
കുറച്ച് ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഏത് പാനായാലും കുഴപ്പമില്ല. പാനൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം കൂടാൻ പാടില്ല. ചട്ടി നല്ലതുപോലെ തിളച്ച ചൂടും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലോണം വെക്കാൻ. അതിലോട്ട് നമുക്കൊരു 1-1.5 കരണ്ടിയോ മാവ് ഇതിലോട്ട്, ഇനി അതിപ്പോൾ വലിയ പാൻ വെച്ചത് കൊണ്ടാണ് അത്രയും ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1.5 കരണ്ടി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുമ്പോഴുള്ള ഭംഗി ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇത് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ പരത്തി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇനി ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചട്ടവും വെച്ച് മാവൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. അത് നിർബന്ധമില്ല. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാല വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മറിച്ചിടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മറിച്ചിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ തന്നെ മസാല വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ തന്നെ മസാല വെച്ച് കൊടുക്കുകയാണ്. മസാലയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വയ്ക്കാവുന്നതാണ്. ഇത് മടക്കിയെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് മടക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മടക്കണമെന്നില്ല, 2 സൈഡായിട്ട് മടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം. ഇന്നത്തെ ഈ തയ്യാറാക്കിയ മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി ഇടുക. പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.